ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരേപോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആനിമേറ്റഡ് ടൈപ്പ് വീഡിയോസ് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാം എന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇവരുടെയൊക്കെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഒരേ വേവ് ലെങ്ത്തിലുള്ള ടൈപ്സ് വീഡിയോസാണ് ഇടുന്നത്. ഇവർക്ക് തന്നെ നല്ല വ്യൂസും അതേപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സും വെറും 11 വീഡിയോസേ ഈ ചാനൽ ഇട്ടിട്ടുള്ളൂ. എന്നിട്ടും ഇവർക്ക് നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ട്. സോ ഇതിങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് നല്ല ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനും ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് നല്ലപോലെ എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ChatGPT ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോറി നമ്മളവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഒരു തീം കൊടുക്കുക. അത് സീൻ ബൈ സീനായിട്ട് നമ്മുടെ ChatGPT ഇവിടെ തരും. നമ്മളിത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ പോയി ഈ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. വെബ്സൈറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് ഇമേജ് ക്രിയേഷൻ എന്നുള്ളൊരു ഐക്കൺ കാണാം, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്ത് നമ്മുടെ ആ സ്ക്രിപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ ഒരു സെറ്റിങ്സിൻ്റെ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് മോർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം TikTok 9:16 എന്ന റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിച്ച് നമ്മൾ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തത് ഇമേജസ് ആയിട്ട് വന്നു. അങ്ങനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ വേണ്ട എല്ലാ ഇമേജസും നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാവുന്നതാണ്. അത് തന്നെ runway.ai എന്നുള്ളൊരു സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലെത്തും. അപ്പോൾ ട്രൈ നൗ റൺവേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യണം. ഞാൻ ലോഗിൻ വിത്ത് ഗൂഗിളാണ് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയറുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. നമ്മൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് കാണും. ആദ്യം കാണുന്ന ഇമേജിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോങ് പ്രസ് ചെയ്ത് നമ്മൾ ഗാലറിയിലേക്ക് പോകും. നേരത്തെ എടുത്ത് വെച്ച ഇമേജസ് ഇല്ലേ, അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക, ആഡ് കൊടുക്കുക. ഇപ്പോൾ അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലോഡിങ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഇമേജസ് ഇവിടെ വീഡിയോ ആയി കൺവേർട്ടായി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇമേജസൊക്കെ അപ്ലോഡ് ചെയ്ത് വീഡിയോ ആക്കി എടുക്കുക. ഇൻഷോട്ട്, കൈൻമാസ്റ്റർ, ക്യാപ്കട്ട് അങ്ങനെ പലതരം എഡിറ്റിംഗ് ആപ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ പോയിട്ട് ഈ വീഡിയോസ് എല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് ഒരു വീഡിയോ ആക്കി മാറ്റാം. അങ്ങനെയാക്കിയ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്.
സോ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് റൺവേ AI എന്നുള്ളൊരു വെബ്സൈറ്റിലേക്ക് പോകണം. നമ്മൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഓപ്പണായി വരും. അതിൽ നമ്മൾ ട്രൈ നൗ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കുറച്ച് സൈൻ ഇൻ ചെയ്യണം. ഞാനിവിടെ ലോഗിൻ വിത്ത് ഗൂഗിളാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ലോഗിൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. നമ്മൾ കണ്ടിന്യൂ അടിച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഈ ആദ്യം കാണുന്ന ഇമേജിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇമേജസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. സോ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഇത് ഈ ഒരു പൂച്ചയുടെയാണ്. സോ അത് ഞാനിവിടെ എടുത്തു ആൻഡ് ആഡ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ അപ്ലോഡിങ് ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. സോ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോ റെഡിയായി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ആക്കി എടുക്കുക. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് നമ്മുടെ ഈ വീഡിയോ വരുന്നതായിരിക്കും.